അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ നിമേച്ചിയുടെ വളക്കാപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നേ ദിവസം നമുക്ക് നല്ല പണിയുണ്ടായിരുന്നു. തലേനാളാണ് നമ്മൾ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്, അതും രാത്രി 1 മണിക്കിട്ടാ. അതേപോലെ മൈലാഞ്ചി ഇടലും സാരി ഡ്രാപ്പിങ്ങും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യലൊക്കെ ആയിട്ട് ഇത്തിരി തിക്കും തിരക്കും പിടിച്ച ദിവസമായിരുന്നു അന്നത്തെ ദിവസം കേട്ടാ. ഇവിടെ ഞാൻ 3 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അന്ന് തൊട്ട് കാണണതാണ് ഞാൻ നിമേച്ചിനെ. ഞാനും നിമേച്ചും അന്ന് തൊട്ടേ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിട്ടാണ് നടക്കുന്നത്. ആള് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഞാൻ മാനത്തത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഒരേ വൈബിൽ ചിന്തിക്കുന്ന ഒരാളെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റയറാണ്. എൻ്റെ ലൈഫിൽ ഇത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ എക്സാക്റ്റ് വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമേച്ചി തന്നെയാണ്. ഞാൻ എന്ത് ചിന്തിച്ചാലും അത് തന്നെയായിരിക്കും അവിടെ നിമേച്ചിയുടെ മനസ്സിലും ചിന്തിച്ചിട്ടുണ്ടാവുക. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മെയിനായിട്ടുള്ള പോയിന്റ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം സപ്പോർട്ടീവാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അത് നിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് അല്ലടി, നീ അത് വിട്ടോ എന്ന് പറയണ ഒരു ഫ്രണ്ട്സിനെയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. അതുപോലെ നമ്മൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാരണമാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ബോണ്ടിങ്ങിൽ പോണത്. ഇത് മാത്രമല്ല, നമ്മൾ പരസ്പരം എന്ത് കാര്യമായാലും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമാണ് ആ ഒരു കാര്യം ഫിക്സ് ചെയ്യാറുള്ളൂ. അത് എന്ത് പർച്ചേസിങ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. വളക്കാപ്പിനെ പറ്റി പറയുന്നതിനേക്കാളുടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണത് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.